കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി. പെട്ടെന്നയ്യാ ചെറുമഴ ചാറി. മാനമിരുണ്ടു വെള്ളിടി പാറി. കുട്ടനും കൂട്ടരും വീട്ടിലേക്കോടി. ചെറുമഴ പുതുമഴ കലപില മേളം. ആ മഴ പിന്നെ പെരുമഴയായി. പെരുമഴ മാറി കാർമുകിൽ നീങ്ങി. മണ്ണു കുളിർത്തു പൂക്കൾ ചിരിച്ചു. കുട്ടൻ കൂട്ടാർക്കൊപ്പം കൂടി. ആർത്തു തിമിർത്തു തകധിമിതോം. എൻട്രി ആക്ടിവിറ്റി ആയിട്ട് ഈ കവിതയും ഈ ചിത്രവും നമുക്ക് പ്രയോജനപ്പെടുത്താം. മഴ പെയ്യുമ്പോൾ ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഹിൻ്റാണ് ഈ പിക്ചറിൽ തന്നിട്ടുള്ളത്. മഴ കഴിഞ്ഞാൽ പരിസരത്തുണ്ടാവുന്ന മാറ്റങ്ങൾ. തണുപ്പ് അനുഭവപ്പെടുന്നു. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു. കിണർ, തോട്, കുളം, പുഴ മുതലായ ജലാശയങ്ങൾ നിറയുന്നു. പുതിയ ചെടികൾ മുളയ്ക്കുന്നു. മണ്ണ് നനവുള്ളതാകുന്നു. ചെടികളും മരങ്ങളും തളിർക്കുന്നു. നീർച്ചാലുകൾ രൂപപ്പെടുന്നു. മണ്ണ് ഒഴുകിപ്പോകുന്നു. കൃഷി ആരംഭിക്കുന്നു. കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു. കുട്ടികൾ അവരുടെ ചുറ്റുപാടിൽ കാണുന്ന മഴക്കാഴ്ചകളാണ് എഴുതേണ്ടത്. നോർമലി ഈ കാഴ്ചകളാവും എല്ലായിടത്തും ഉണ്ടാവുക. അത് അവർ കാണുന്ന കാഴ്ചകൾ എഴുതട്ടെ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 40 ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നതെന്ന്. അപ്പോൾ കേരളത്തിൽ നോർമലി മഴക്കാലം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഇടവപ്പാതി, തുലാമഴ. ജൂണിൽ ആരംഭിക്കുന്ന മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതി. ഇതിനെ കാലവർഷം എന്ന് വിളിക്കുന്നു. പിന്നീട് ഒക്ടോബറിൽ ആരംഭിക്കുന്ന മഴക്കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ. തുലാമഴ എന്നും ഇതിനു പേരുണ്ട്. അതായത് ഉച്ചകഴിഞ്ഞതിന് ശേഷം ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് തുലാമഴയ്ക്ക് ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മഴക്കാലത്തിന്റെ അവസ്ഥ ഇതല്ല. കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ട് അതിതീവ്ര മഴയും അതികഠിനമായ വേനലും നമ്മൾക്ക് അനുഭവപ്പെടുന്നു. കാലാവസ്ഥയ്ക്കുണ്ടായ ഈ മാറ്റം, മഴയുടെ രീതിയിലുണ്ടായ മാറ്റങ്ങളും ഒക്കെയും കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിനുശേഷം കുട്ടികളോട് മഴ അളക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നൽകേണ്ടത്. മഴ അളക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം എന്നുള്ള നിലയിൽ മഴമാപിനി പരിചയപ്പെടുത്താം. കുട്ടികൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് നിർമ്മിക്കാം. അതിനുശേഷം അവർ മഴ അളക്കട്ടെ. ഒപ്പം തന്നെ 7 ദിവസം പെയ്ത മഴയുടെ അളവ് കണക്കാക്കി എഴുതാനുള്ള ഒരു ബോക്സാണ് അവിടെ തന്നിട്ടുള്ളത്. മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴമാപിനി. മഴമാപിനി നിർമ്മാണം. ചില്ലുകുപ്പിയുടെ ഒരു വശത്ത് സ്കെയിൽ ചേർത്ത് ഉറപ്പിച്ചു വയ്ക്കുക. ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വയ്ക്കുക. തുറസായ സ്ഥലത്ത് ഉറപ്പിച്ചു വയ്ക്കുക. മരങ്ങളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നുമുള്ള വെള്ളം ഫണലിൽ പതിക്കാൻ ഇടവരരുത്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം മഴ ലഭിച്ചുവെന്ന് മഴമാപിനി കൊണ്ട് അളക്കാം. ഇപ്പോൾ സ്കൂളിൽ ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഗ്ലാസ് ബോട്ടിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് നിർമ്മിക്കാമെന്ന് ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അപ്രകാരം എല്ലാവരും മഴമാപിനി നിർമ്മിക്കുക, മഴ അളക്കുക. മഴമാപിനി നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോർപ്പിന്റെ വാവട്ടവും പാത്രത്തിന്റെ വാവട്ടവും തുല്യമായിരിക്കണം. ഒപ്പം തന്നെ ചോർപ്പിന്റെ അടിഭാഗം വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. പിന്നീട് മഴവെള്ളം ഡയറക്റ്റ് വീഴുന്ന സ്ഥലത്ത് വെക്കണം. ഒപ്പം തന്നെ ഓരോ ദിവസവും വെള്ളത്തിന് അളവ് രേഖപ്പെടുത്തിയതിനു ശേഷം വെള്ളം ഒഴിച്ചു കളഞ്ഞിട്ട് വേണം വയ്ക്കാൻ. മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എവിടേക്കാണ് പോകുന്നത്? അത് മണ്ണിലേക്ക് ഇറങ്ങുന്നു. ഈ ജലമാണ് കിണറിൽ ശുദ്ധജലമായി എത്തുന്നത്. മണ്ണിലൂടെ അരിച്ചാണ് മഴവെള്ളം കിണറിൽ എത്തുന്നത്. ഒപ്പം തന്നെ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് കൂടാതെ ഒഴുകി ജലാശയങ്ങളിലേക്കും എത്തുന്നുണ്ട്. ജലസ്രോതസ്സുകൾ: കിണർ, കുളം, തോട്, പുഴ, കായൽ, തടാകം, കുഴൽക്കിണർ, കടൽ, തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഫുള്ളോ അല്ലെങ്കിൽ ഒരു 6 മാസമോ അതിലധികമോ ഒക്കെയും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ്. അധികം ആഴം ഉണ്ടാവില്ല, പക്ഷേ ധാരാളം ജൈവാവശിഷ്ടങ്ങളുള്ള മണ്ണായിരിക്കും. ധാരാളം ജീവജാലങ്ങൾ അവിടെ താമസിക്കുന്നതായിരിക്കും. അതാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. സുരംഗം എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ടണൽ നിർമ്മിച്ച് ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ്. കേണി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുള്ള ഉറവയിലേക്ക് ഉള്ളു തുറന്ന മരത്തഴുകൾ ഇറക്കി വെച്ചിട്ടാണ് കേണികൾ നിർമ്മിക്കുക. ഇതിന് അധികം ആഴം ഉണ്ടാവില്ല, പക്ഷെ ധാരാളം ജലം ഉണ്ടാവും. പേജ് നമ്പർ 44. ജീവജലം. ചിത്രം നിരീക്ഷിക്കുക. ഉള്ള ജീവികളുടെ പേര് ലിസ്റ്റ് ചെയ്യുക. ആന, തേനീച്ച, കുരങ്ങൻ, കാട്ടുപോത്ത്, കൊക്ക്, മാൻ, കടുവ, മുതല, പാമ്പ്, തവള, മീനുകൾ, പരുന്ത്, അങ്ങനെ ധാരാളം ജീവികൾ ഈ ചിത്രത്തിലുണ്ട്. ചിത്രത്തിൽ തന്ന ജീവികൾക്ക് ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ: മീൻ ആവാസത്തിന് ആഹാരം ശേഖരിക്കാൻ, ആന കുടിക്കാൻ കുളിക്കാൻ, കൊക്ക് ആഹാരം ശേഖരിക്കാൻ, മാൻ കുടിക്കാൻ കുളിക്കാൻ, മുതല ആവാസത്തിന് ആഹാരം ശേഖരിക്കാൻ കുടിക്കാൻ, തേനീച്ച കുടിക്കാൻ ശരീരം തണുപ്പിക്കാൻ, തവള ആവാസത്തിന് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ മുട്ടയിടാൻ, കാട്ടുപോത്ത് കുടിക്കാൻ കുളിക്കാൻ.
ജീവികൾക്ക് ജലം കൊണ്ടുള്ള പ്രയോജനങ്ങൾ: കുടിക്കാൻ, കുളിക്കാൻ, ആവാസത്തിന്, ആഹാരം ശേഖരിക്കാൻ, ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ, മുട്ടയിടാനുള്ള ഇടം, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവയ്ക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലം. തവളയാണെങ്കിൽ മുട്ടയിടുന്ന ജലത്തിലാണ്, അതിൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നിറങ്ങുന്നതും ജലത്തിലേക്ക് തന്നെയാണ്. അതുപോലെ ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാനായിട്ട് ചില ജീവികൾ ഏറെ നേരം ജലത്തിൽ കിടക്കാറുണ്ട്. അപ്പോൾ തന്നെ തേനീച്ച ജലം ശേഖരിക്കുന്നുണ്ട്. തേനീച്ച ജലം ശേഖരിച്ചിട്ട് അതിൻ്റെ കോളനികളിൽ വിതരണം ചെയ്യുന്നുണ്ട്. മനുഷ്യർക്ക് ജലം കൊണ്ടുള്ള പ്രയോജനങ്ങൾ: കുടിക്കാൻ, കുളിക്കാൻ, ആഹാരം പാചകം ചെയ്യാൻ, കൃഷിക്ക്, കെട്ടിട നിർമ്മാണത്തിന്, പാത്രം കഴുകുന്നതിന്, വസ്ത്രം കഴുകുന്നതിന്, ചെടികൾ നനയ്ക്കുന്നതിന്, വൈദ്യുതി നിർമ്മാണത്തിന്, ഫാക്ടറി ആവശ്യങ്ങൾക്ക് തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ മനുഷ്യർ ജലം യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ എഴുതി ചേർക്കുക. ആവശ്യത്തിന് ജലം ലഭിക്കാതെയാൽ എന്തൊക്കെ സംഭവിക്കും? കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു. മനുഷ്യർക്ക് കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും പ്രയാസം നേരിടുന്നു. കൃഷി ഇല്ലാതാകുന്നു. ജലാശയങ്ങൾ വറ്റി വരളുന്നു. പക്ഷികളും മൃഗങ്ങളും ദാഹജലം കിട്ടാതെ മരണപ്പെടുന്നു. ചെടികൾ ഉണങ്ങിപ്പോവുന്നു. വ്യവസായങ്ങൾ ഇല്ലാതാകുന്നു. വൈദ്യുതി ഉൽപാദനം കുറയുന്നു. പ്രകൃതിയുടെ പച്ചപ്പ് ഇല്ലാതാകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജലം ലഭിക്കാതായാൽ സംഭവിക്കുന്നു. അവ എഴുതി ചേർക്കുക. പേജ് നമ്പർ 45-ലെ പത്രവാർത്ത നിരീക്ഷിക്കുന്നു. ഇപ്രകാരം ജലം പാഴാകുന്ന മറ്റ് സന്ദർഭങ്ങൾ എഴുതുക. അതായത് വീട്ടിൽ എങ്ങനെയൊക്കെ ജലം പാഴാകുന്നു, സ്കൂളിൽ, പൊതു ഇടങ്ങളിൽ ജലം പാഴാകാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്നു. വീട്ടിൽ കുളിക്കുമ്പോൾ, കൈ കഴുകുമ്പോൾ, ടാപ്പ് ഉപയോഗിക്കുമ്പോൾ വാട്ടർ ടാങ്ക് നിറഞ്ഞ് കവിയുന്നത്. സ്കൂളിലാണെങ്കിൽ കൈ കഴുകുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ, പാത്രങ്ങൾ കഴുകുമ്പോൾ. പൊതുവിടങ്ങളിൽ ജലവിതരണ പൈപ്പുകൾ പൊട്ടുന്നത്, പൊതു ടാപ്പുകൾ തുറന്നിടുന്നത്, ഇങ്ങനെയുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുക. അതിനുശേഷം എങ്ങനെയൊക്കെയാണ് ജലം പാഴാവുന്ന സന്ദർഭങ്ങളെന്ന് എഴുതുക. ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ: പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു, ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്, പൈപ്പ് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നത്, കുളിമുറിയിലെ ഷവർ അനാവശ്യമായി തുറന്നിടുന്നത്, പൈപ്പിലെ ലീക്കുകൾ കൃത്യമായി പരിഹരിക്കാത്തത്, വാഹനങ്ങൾ കഴുകുമ്പോൾ, ചെടി നനയ്ക്കുമ്പോഴും അശ്രദ്ധമായി ജലം ഉപയോഗിക്കുന്നത്. ജലം എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? ടാപ്പിൽ നിന്നും പാത്രത്തിൽ ആവശ്യമുള്ളത് മാത്രം ശേഖരിച്ചു വെക്കുക. ജലവിതരണ പൈപ്പുകൾക്ക് ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തുക. ഓരോ ആവശ്യത്തിന് മിതമായ അളവിൽ മാത്രം ജലം ഉപയോഗപ്പെടുത്തുക. ടോയ്ലറ്റ് ഫ്ലഷുകൾ നിയന്ത്രിച്ചുപയോഗിക്കുക. വാട്ടർ ടാങ്ക് നിറഞ്ഞു കവിയുന്ന സാഹചര്യം ഒഴിവാക്കുക. പൊതുവിടങ്ങളിൽ വെള്ളം പാഴാകുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പെടുത്തുക. ഒപ്പം തന്നെ ടാപ്പുകൾ അനാവശ്യമായി തുറന്നിടരുത്. ആവശ്യത്തിന് ശേഷം ടാപ്പുകൾ കൃത്യമായി പൂട്ടുക. പൈപ്പിലെ ലീക്കുകൾ പരിഹരിക്കുക. കുളിക്കുമ്പോൾ ഷവർ ആവശ്യത്തിന് മാത്രം തുറക്കുക. മഴവെള്ളം സംഭരിച്ചു വയ്ക്കുക. ചെടി നനയ്ക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ഈ ജലം ഉപയോഗിക്കാം. അടുക്കളയിൽ ഉപയോഗശേഷം വരുന്ന ജലം ഉപയോഗിച്ച് പച്ചക്കറിത്തോട്ടം നനയ്ക്കാം. തോട്ടങ്ങൾ നനയ്ക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളി നന എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കാം. ജലം പുനരുപയോഗിക്കുക. ആവശ്യത്തിന് മാത്രം ജലം ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കുക. നെക്സ്റ്റ് ജലശുദ്ധീകരണമാണ്. മഴവെള്ളത്തിന്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായാണ് കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിൽ എത്തിച്ചേരുന്നത്. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. മഴവെള്ളം നേരിട്ട് ഒഴുകിയിറങ്ങുമ്പോൾ ജലസ്രോതസ്സുകളിലെ വെള്ളം കലങ്ങി വരുന്നത് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കാര്യം ഇവിടെ സൂചിപ്പിക്കാം. മുച്ചട്ടി അരിപ്പ, അതായത് കലങ്ങിയ വെള്ളത്തെ എങ്ങനെ തെളിനീരാക്കാം എന്നുള്ളൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ്. ഒരേ വലിപ്പമുള്ള 3 ചിരട്ടകൾ എടുക്കുക. ഓരോന്നിലും ദ്വാരമിടുക. ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ കൊണ്ട് അടയ്ക്കുക. ഇതിനുശേഷം ഇവ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുക. അപ്പോൾ അതിനു മുമ്പ് മുകളിലെ ചിരട്ടയിൽ ചരൽ, നടുവിലെ ചിരട്ടയിൽ മണൽ, താഴെയുള്ള ചിരട്ടയിൽ ചിരട്ടക്കരി എന്നിവ നിറയ്ക്കുക. ഈ ചിരട്ടകൾ ഒരു ഗ്ലാസ്സിന് മുകളിൽ വയ്ക്കുക. അതിനുശേഷം മുകളിലെ ചിരട്ടയിൽ കലങ്ങിയ വെള്ളം ഒഴിക്കുക. അവസാനം നിരീക്ഷിക്കുക. താഴെ വെച്ച ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളമായിരിക്കും ലഭിക്കുന്നത്. അതായത് ആ കലങ്ങിയ ജലം ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവയിലൂടെ കടന്നു വരുമ്പോൾ തെളിഞ്ഞിട്ട് അവസാന ഗ്ലാസ്സിൽ തെളിനീരാണ് നമുക്ക് ലഭിക്കുന്നത്. കലക്കവെള്ളത്തിലെ മാലിന്യങ്ങളെ ഓരോ ചിരട്ടയിലൂടെ കടന്നു പോകുമ്പോഴും അതിനുള്ളിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ചരലും മണലും ആഗിരണം ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. അതിനുശേഷം ഏറ്റവും ചെറിയ മാലിന്യങ്ങളെ ചിരട്ടക്കരിയിലെ സുഷിരങ്ങൾ ആഗിരണം ചെയ്യുന്നു. അങ്ങനെയാണ് വെള്ളം തെളിയുന്നത്.
ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാട്ടർ പ്യൂരിഫയർ. അതുപോലെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്ലീച്ചിങ് പൗഡർ. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇടാറുണ്ട്. അത് അങ്ങനെ തന്നെ ഇടുകയല്ല, അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിന്റെ തെളിനീരാണ് കിണറ്റിൽ ഒഴിക്കുന്നത്. ശുദ്ധജല ദൗർലഭ്യം നേരിടുന്ന പ്രദേശങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ റിവേഴ്സ് ഓസ്മോസിസ് എന്ന പ്രോസസ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ആ കുടിവെള്ളമായിട്ട് അതിനെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻ, മണ്ണ്. മണ്ണുകൊണ്ടുള്ള പ്രയോജനങ്ങൾ: കൃഷിക്ക്, വീട് നിർമ്മാണത്തിന്, സസ്യങ്ങൾ വളർത്തുന്നതിന്, ജീവികൾക്ക് വാസസ്ഥലമാണ് മണ്ണ്, പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന്, ഓട് നിർമ്മാണത്തിന്, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന്, ജലം ശുദ്ധിയാക്കുന്ന അരിപ്പ പോലെയും മണ്ണ് പ്രവർത്തിക്കുന്നു. അങ്ങനെ മണ്ണുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ചുറ്റും പലതരം മണ്ണുകളുണ്ട്. എല്ലാ മണ്ണും ഒരുപോലെയല്ല. അവയുടെ നിറം, തരികളുടെ വലിപ്പം, ക്വാളിറ്റി, ഫലഭൂയിഷ്ഠത അങ്ങനെ എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില മണ്ണുകൾ ചില ഏരിയയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. കേരളത്തിൽ പ്രധാനമായും 8 തരം മണ്ണുകളാണ് ഉള്ളത്. തീരദേശ മണ്ണ് സമുദ്രതീരത്ത് കാണുന്നു, ഫലപുഷ്ടി കുറവാണ്. എക്കൽ മണ്ണ് പുഴയോരത്തും സമതല പ്രദേശങ്ങളിലും കാണുന്ന നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. കരിമണ്ണ് ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്നു. വെട്ടുകൾ മണ്ണ്, അത് ലാറ്ററൈറ്റ് മണ്ണെന്നറിയപ്പെടും. ചരൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ്. ചെമ്മണ്ണ്, മണൽ കലർന്ന പശ്ചിമരാശി മണ്ണ് തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മലയോര മണ്ണ് മലകളിൽ കാണുന്നു, അമ്ല സ്വഭാവം കുറവ്. കറുത്ത പരുത്തി മണ്ണ് പാലക്കാട് ജില്ലയിൽ കാണുന്ന ക്ഷാരഗുണമുള്ള മണ്ണ്. വനമണ്ണ് വനപ്രദേശങ്ങളിൽ കാണുന്ന നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ്. അപ്പോൾ ഈ മണ്ണുകളുടെ പേരും അവയുടെ എല്ലാ ക്വാളിറ്റീസ് ഒന്നും ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിലും കുട്ടികൾക്ക് മണ്ണിനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. കേരളത്തിൽ കാണപ്പെടുന്ന 8 തരം മണ്ണിനങ്ങൾ: തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്, കരിമണ്ണ്, വെട്ടുകൽ മണ്ണ്, ചെമ്മണ്ണ്, മലയോര മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, വനമണ്ണ്. മണ്ണിന്റെ കഥ. മണ്ണ് പല തരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും മണ്ണിന്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും മണ്ണിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് രൂപപ്പെട്ടത്. മണ്ണ് ഉണ്ടാകുന്നതെങ്ങനെ? ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചൂടും തണുപ്പും കാറ്റും മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് പാറകൾ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. അതിസൂക്ഷ്മവും ചെറുതും വലുതുമായ അനേകം ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് മണ്ണ്. മണ്ണ് അതുപോലെ തന്നെ അനേകം വർഷങ്ങൾ എടുത്തിട്ട് ഉറഞ്ഞുകൂടി വീണ്ടും കല്ലുകളായും മാറാറുണ്ട്. മണ്ണുണ്ടാവുന്ന പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, അതായത് ചൂട്, തണുപ്പ്, കൊടുങ്കാറ്റ് മുതലായവ. അതുപോലെ നദികളുടെ ഒഴുക്ക്, നദികൾ ശക്തമായി ഒഴുകുമ്പോൾ സമീപ പ്രദേശത്തെ പാറകൾ ദീർഘനാളുകൾ കൊണ്ട് പൊടിഞ്ഞു പോകും. പാറ പൊട്ടിക്കൽ കാരണം പാറ പൊടിയും. മലയിടിച്ച് കടലിലെ തിരമാലകളുടെ ശക്തി കൊണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ദീർഘകാലത്തെ പ്രക്രിയ കൊണ്ടാണ് മണ്ണുണ്ടാവുന്നത്. പിന്നീട് തിരിച്ച് മണ്ണുറഞ്ഞ് പാറകളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. കുട്ടികൾ കുറിപ്പ് തയ്യാറാക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 49 ആക്ടിവിറ്റിയാണിത്. പല സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചിട്ട് അതിന്റെ പ്രത്യേകത എഴുതാനാണ്. സ്കൂൾ മുറ്റം മണ്ണ് തവിട്ട് നിറമാണ്, വലിയ തരികളുണ്ട്. മരച്ചുവട് കറുപ്പ് കലർന്ന ചുവന്ന മണ്ണ്, തരികളില്ല, പശിമയുണ്ട്. ജൈവ വൈവിധ്യ ഉദ്യാനം ചുവപ്പ് തവിട്ട് നിറം, പലതരം മണ്ണുകൾ ഉണ്ടാവും. തരികളില്ല, ജലാംശമുള്ള മണ്ണാണ്. കാരണം ധാരാളം ചെടികൾ നിൽക്കുന്ന കാരണം ജലാംശം ഉണ്ടാവും. കളിസ്ഥലം തവിട്ട് നിറം, തരികളുണ്ട്, ജലാംശമില്ല. അപ്പോൾ സ്കൂളിന്റെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് എഴുതുക. അതിനുശേഷം പേജ് നമ്പർ 50 മണ്ണിനുള്ളിൽ എന്തെല്ലാം. ഹാൻഡ് ലൈൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കാനാണ്. ഉറുമ്പുകൾ, മണ്ണിര, പുഴുക്കൾ, ചിതൽ, തേരട്ട, എട്ടുകാലി, പഴുതാര, തവള, വണ്ടുകൾ അങ്ങനെ ധാരാളം ജീവികളെ കാണാം. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഏകദേശം ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തതാണ്.
ഹാൻഡ് ഒരു പോർഷനാണിത്. ഇതിൽ ധാരാളം ജീവികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അവയുടെ പേരുകൾ കേൾക്കട്ടെ, കൂടുതൽ അറിവിലേക്ക് അവരെ വഴിതെളിക്കുക, അവർ സ്വയം കണ്ടെത്തട്ടെ കൂടുതൽ ജീവികളെ. ഇവിടെ അതിസൂക്ഷ്മ ജീവികളായ ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ അങ്ങനെയുള്ളവയുടെയും പേരുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. മണ്ണിരയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കുട്ടികളോട് കണ്ടെത്താൻ ആവശ്യപ്പെടാം. അനലിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് മണ്ണിര. ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസന അവയവം. ഈർപ്പമുള്ള മണ്ണിലാണ് മണ്ണിര കാണപ്പെടുന്നത്. മണ്ണ് തുരന്ന് മണ്ണിന് മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുമ്പോൾ മണ്ണിലെ വായുപ്രവാഹം കൂടുന്നു. ഇത് സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ഭക്ഷണം. അപ്പം മണ്ണിരയുടെ വിസർജ്യം ചെടിക്ക് മണ്ണിന് വളമായിട്ട് മാറുന്നു. മണ്ണിന്റെ ഒരു ദ്വിലിംഗ ജീവിയാണ്. കീടനാശിനികളുടെ ഉപയോഗം, രാസവള പ്രയോഗം എന്നിവയെല്ലാം മണ്ണിരകളുടെ എണ്ണം കുറയാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ കുട്ടികൾക്ക് നൽകാം. കുട്ടികളോട് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ആവശ്യപ്പെടാം. മറ്റു ജീവികളെക്കുറിച്ചും അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ആവശ്യപ്പെടാം. മണ്ണിൽ ജീവിക്കുന്ന ജീവികളൊക്കെ എങ്ങനെയാണ് ജീവിക്കുക? മണ്ണിൽ വായു ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഈ എക്സ്പെരിമെന്റിലേക്ക് എത്താം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ഉണങ്ങിയ മൺകട്ടകൾ, ഒരു 3-4 മൺകട്ടകൾ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടുക. നിരീക്ഷിക്കുക. മൺകട്ടയിൽ നിന്ന് കുമിളകൾ, ബബിൾസ് പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ മൺകട്ടയിലെ വായുവാണ് കുമിളയായി വെള്ളത്തിലൂടെ പുറത്തേക്ക് വന്നത്. നിഗമനം പറയുമ്പോൾ മണ്ണിലും വായു ഉണ്ട്. ഇതാണ് നമ്മൾക്ക് കിട്ടേണ്ട നിഗമനം. ഒപ്പം തന്നെ പറഞ്ഞു പോകാം, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. അപ്പോൾ വെള്ളം കയറിയപ്പോൾ മൺകട്ടയിൽ വായുവിന് ഇരിക്കാൻ സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പോയത് എന്നും വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ലക്ഷ്യം ഇവിടെ മണ്ണിൽ വായു ഉണ്ട് എന്ന് കണ്ടെത്താനുള്ളതാണ്. നെക്സ്റ്റ്, മണ്ണിലെ ജലാംശം കണ്ടെത്താനുള്ള ആക്ടിവിറ്റിയാണ്. സുതാര്യമായ കുപ്പി എടുക്കുക. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിക്കുക. കുപ്പിയിൽ പകുതി ഭാഗത്ത് നിറയ്ക്കുക. അപ്പോൾ ആ സ്പേസിൽ നിന്ന് മണ്ണെടുക്കാൻ പറയാൻ കാരണം അവിടുത്തെ മണ്ണിൽ ഉറപ്പായിട്ടും ജലാംശം ഉണ്ടാവും. കുപ്പി അടച്ച് വെയിലത്ത് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കുക. നിരീക്ഷണ ഫലം: കുപ്പിയുടെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റിയിരിക്കുന്നത് കാണാം. നിഗമനം: എന്തുകൊണ്ടാണ് ജലകണങ്ങൾ വന്നത്? മണ്ണിനുള്ളിലെ ജലകണങ്ങളാണ് കുപ്പിയുടെ വശങ്ങളിൽ ബാഷ്പമായി പറ്റിയിരിക്കുന്നത്. അപ്പോൾ മണ്ണിലും ജലാംശമുണ്ട് എന്നിവിടെ പ്രൂവ് ആവുകയാണ്. അപ്പോൾ ഈ പരീക്ഷണക്കുറിപ്പ് എഴുതുക. നെക്സ്റ്റ്, മണ്ണിലെ ജൈവാംശം കണ്ടെത്താനുള്ള എക്സ്പെരിമെന്റ് ആണ്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്നും ശേഖരിച്ച മണ്ണ് ഒരു ഗ്ലാസിന്റെ പകുതി ഭാഗം എടുക്കുക. ഇതിലേക്ക് ജലം നന്നായി ഒഴിച്ച് ഇളക്കുക. നിരീക്ഷണ ഫലം: ഉണങ്ങിയ ഇലകളും കമ്പ് കഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും ഒക്കെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം. നിഗമനം: മണ്ണിൽ ജൈവാംശമുണ്ട്. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. അത് വേണമെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ മണ്ണിൽ ധാരാളം ഇപ്രകാരമുള്ള വസ്തുക്കളുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ മുറ്റത്ത് നിന്ന് ചിലപ്പോൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ പെൻസിലിന്റെ പൊടികൾ, പേനയുടെ ബാക്കി ഭാഗങ്ങൾ, അങ്ങനെയുള്ള ധാരാളം വസ്തുക്കൾ കിട്ടും. ഇത് ഹാൻഡ് ബുക്കിൽ ഒരു വർക്ക്ഷീറ്റ് ആണ്. മണ്ണിനുള്ളിൽ ജീവിക്കുന്ന കുറെ ജീവികളുടെ പേര് ഉണ്ട് ഇതിൽ. ഒപ്പം തന്നെ അല്ലാത്ത ചില വസ്തുക്കളുടെയും പേരുണ്ട്. അത് കണ്ടെത്തി എഴുതാനായിട്ടാണ്. കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കണ്ടെത്തി എഴുതുക. മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത്. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാവൂ. മണ്ണില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യം കുട്ടികളിലേക്ക് എത്തണം. പേജ് നമ്പർ 54-ൽ ഒരു മത്സ്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട് പോലെയാണ് ഞങ്ങൾക്ക് നദി എന്ന്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? ജലാശയങ്ങൾ മലിനജലം ഒഴുക്കരുത്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. കൃഷിക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികൾ ജലാശയങ്ങൾ പതിക്കാതെ നോക്കുക. ജലസ്രോതസ്സുകളിൽ മൃഗങ്ങളെ കുളിപ്പിക്കരുത്. വീടുകളിലെയും കടകളിലെയും ഫാക്ടറികളിലെയും മാലിന്യങ്ങൾ ജലസ്രോതസ്സുകൾ ഇടരുത്. ഇത് കുറച്ചെണ്ണം മാത്രമാണ്. കൂടുതൽ എണ്ണം കുട്ടികൾ തന്നെ കണ്ടെത്തി എഴുതട്ടെ. അപ്പോൾ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നൽകാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് മണ്ണ് സംരക്ഷണത്തിന്റെ പോസ്റ്റർ. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. നാളേക്കായി മണ്ണ് സംരക്ഷിക്കാം. ഭൂമിയിൽ മണ്ണ് വേണം. മണ്ണെന്ന അമൂല്യ നിധി നമുക്ക് സംരക്ഷിക്കാം. മണ്ണിന്റെ ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്താതിരിക്കുക. ജലസംരക്ഷണം പോസ്റ്റർ.
ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഓരോ തുള്ളിയും വിലപ്പെട്ടത്. പല തുള്ളി പെരുവെള്ളം. ജലം മലിനമാക്കരുത്. ഓരോ തുള്ളിയും നാളേക്കായി കരുതുക. സേവ് വാട്ടർ, സേവ് ലൈഫ്. സേവ് വാട്ടർ, സേവ് നേച്ചർ. ഈ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് മഴമാപിനി നിർമ്മാണം, അതുപയോഗിച്ച് മഴയുടെ അളക്കൽ, പിന്നെ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുള്ള മണ്ണ് നിരീക്ഷണം. നെക്സ്റ്റ് സാൻഡ് ആർട്ട്. സാൻഡ് ആർട്ട് എന്ന് പറയുമ്പോൾ ചാർട്ടിൽ വലിയൊരു ചിത്രം വരച്ചിട്ട് നമ്മൾ പല തരത്തിലുള്ള മണ്ണുകൾ ശേഖരിക്കുക, പല നിറത്തിലുള്ള മണ്ണുകൾ. അതിനുശേഷം ആ ചിത്രത്തിൽ അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പലതരം മണ്ണുകളുടെ പ്രദർശനവും സംഘടിപ്പിക്കുക.